പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. കുത്താമ്പുള്ളി കൊണ്ടാഴി പാല നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് BJP. സ്ലാബുകളിൽ കമ്പികളില്ല എന്നും വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കുത്താമ്പുള്ളി കൊണ്ടാഴി പാലത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതായി BJP തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. 34.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിന്റെ സ്ലാബുകൾ നേരിയ മഴയിൽ പോലും തകർന്നു വീണത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്ന് വ്യക്തമാക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. തിരുവല്ലോമല കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കുത്താമ്പള്ളിയിൽ നിർമ്മിച്ച ഈ പാലം ഇതിന്റെ പ്രാരംഭഘട്ടം മുതൽ സർവത്ര അഴിമതിയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ സ്ഥലമെടുപ്പ് രംഗത്തും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ മേഖലയിലും വളരെയധികം അഴിമതി നടന്നതായി ഭാരതീയ ജനതാ പാർട്ടി തിരുവല്ലോമല പഞ്ചായത്ത് മനസ്സിലാക്കുന്നു. മാത്രമല്ല, വളരെ ചെറിയൊരു ചാറ്റൽ മഴയ്ക്ക് കൊണ്ട് തന്നെ 10 ഇഞ്ച് കനമുള്ള സ്ലാബുകൾ പോലുള്ള വളരെ വിശാലമായ ഭാഗം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ പാലത്തിന്റെ നിർമ്മാണത്തിലെ വൈകല്യം ഭാവി ജനതയ്ക്ക് എത്രമാത്രം ഗുണകരമാകുമെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകാവുന്നതാണ്. 35 കോടിയോളം രൂപ ചെലവ് ചെയ്ത് ഇത്തരം പഞ്ചവടി പാലങ്ങൾ നിർമ്മിക്കുന്ന സർക്കാരിന്റെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ സമീപനം ഭാവി ജനതയ്ക്ക് ഒരു കാലഘട്ടത്തിലും ഗുണം ചെയ്യുകയില്ല. തകർന്നു വീണ 10ഓളം സ്ലാബുകളിൽ ബലത്തിനായി ഉപയോഗിക്കേണ്ട ഇരുമ്പ് കമ്പികൾ ഒന്നുപോലുമില്ലെന്ന് നേരിട്ടുള്ള പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലത്തിന്റെ ഉദ്ഘാടനം തിടുക്കത്തിൽ നടത്താനാണ് ശ്രമം നടക്കുന്നതെന്നും വിദഗ്ധരായ എഞ്ചിനീയർമാരെ കൊണ്ട് ഗുണനിലവാര പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഉദ്ഘാടനം നടത്താവൂ എന്നും അവർ ആവശ്യപ്പെട്ടു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിനെയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങളുടെ വളരെ കാലത്ത് ആവശ്യമായ ഈ പാലം നിർമ്മാണ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇന്നലെ രാത്രി ഉണ്ടായ ചെറിയൊരു മഴയിൽ ഇവിടെ വെച്ചിരിക്കുന്ന സംരക്ഷണ ഭിത്തി പൊട്ടി തവിടുപൊടിയാവുകയാണ് സംഭവിച്ചത്. വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി വരുന്ന ജനങ്ങൾക്ക് ഒട്ടനവധി കാലം ഇത് ഉപയോഗിക്കേണ്ടതുള്ള ഒരു പാലം ചെറിയൊരു മഴയിൽ ഇങ്ങനെ നഷ്ടമായത് വലിയൊരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന്റെ സൈഡ് ഭിത്തിയിൽ ഒരു പോലുമില്ല, വെറുതെ പ്ലാസ്റ്റർ വെച്ച് സിമന്റും മണലും കുഴച്ചു വെച്ച ഒരു ഭിത്തിയായിട്ടാണ് നമുക്കിത് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടുത്തെ സ്ഥലം MLA ഇവരുടെ ഭാഗത്തുനിന്ന് ഇതിന് ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. ഇത് തികച്ചും ഒരു അനാസ്ഥയുടെ ഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പാലം നിർമ്മാണം വലിയൊരു പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ഇതിനുവേണ്ടി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ BJPക്ക് പറയാനുള്ളത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇതില് വിജിലൻസിന്റെ അന്വേഷണവും അതുപോലെ ഇതിന്റെ ശാസ്ത്രീയമായ ക്വാളിറ്റി പരിശോധനയും നടത്തിയിട്ട് വേണം ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടപ്പിലാക്കാൻ എന്നാണ് ഈ അവസരത്തിൽ തിരുവല്ലോമല BJPക്ക് പറയാനുള്ളത്. നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ അതുപോലെ തന്നെ പ്രത്യേകിച്ചും കുത്താമ്പള്ളിക്കാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു കുത്താമ്പള്ളി മായന്നൂർ പാലം എന്നുള്ളത്. ഈ 2 പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം വളരെ വേഗിയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വളരെ വേഗിയാണ് വന്നിരിക്കുന്നത്. ഈ പാലത്തിന്റെ നിർമ്മാണ ഘട്ടം തുടക്കം മുതൽ തന്നെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളും അതുപോലെ തന്നെ പാലത്തിന്റെ കൈവരികളൊക്കെ. കാരണം നമ്മൾ സാധാരണ കേരളത്തിലെ റോഡുകളൊക്കെ തന്നെ നമ്മൾ എല്ലാ തരത്തിലും അത് സ്ട്രെയിറ്റ് ആയി പണിയാനാണ് എല്ലാ റോഡുകളും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ പാലത്തിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ആക്സിഡന്റ് സോണുകളുള്ളൊരു മേഖലയായി മാറാൻ പോവുകയാണ് ഈ പാലം. മാത്രമല്ല, ഇന്നത്തെ ഒരു ചാറ്റൽ മഴയിൽ പാലത്തിന്റെ സംരക്ഷണ ഇടിഞ്ഞു വീഴുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഭയം ഉളവാക്കുന്നുണ്ട്.
പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അശാസ്ത്രീയമായി അപക്വമായി പാലം നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഇതിന്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് ഈ പാലം പരിശോധന ശേഷം മാത്രമേ പാലം പണി മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം വളരെ തിടുക്കത്തിൽ നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം MLA. കാരണം അവർക്കറിയാം ഇവിടെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ പാലം ഉദ്ഘാടനം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തിവെക്കണമെന്നും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.